ഒരു പലചരക്ക് കട ഉടമയായ മണി എപ്പോഴും ഒരു പ്രായോഗിക മനുഷ്യനായിരുന്നു. ആ ചെറിയ കടയായിരുന്നു അവന്റെ ജീവിതം. എന്നാൽ തന്റെ പഴയ സുഹൃത്തും തന്ത്രശാലിയുമായ മിൽ ഉടമയായ അനിൽ അപകടകരമായ ഒരു സംരംഭം നിർദ്ദേശിച്ചപ്പോൾ താൻ ഒരിക്കലും സങ്കല്പിക്കാത്ത ഒരു പേടിസ്വപ്നത്തിൽ കുടുങ്ങിപ്പോയതായി മണി കരുതി. കാട്ടിനുള്ളിൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു ക്ഷേത്രമുണ്ട്. ആളുകൾ അത് ശപിക്കപ്പെട്ടതാണെന്ന് പറയുന്നു. പക്ഷെ ഒരു നിധിയുണ്ട്. നമ്മൾ അത് എടുത്താൽ നമ്മൾ എന്നേക്കും സമ്പന്നരായിരിക്കും. അവിടെ ഇരുട്ടിൽ അലയുന്ന ആത്മാക്കളെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. ഇതെല്ലാം നാട്ടുകാരുടെ കുറെ മണ്ടൻ വിശ്വാസങ്ങളാണ്. നീ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതില്ല. നമുക്ക് സമ്പന്നരാവാൻ ഇതല്ലാതെ വേറെ വഴിയില്ല. ഇത് കേട്ടപ്പോൾ മണി പേടിച്ചെങ്കിലും പക്ഷെ പിന്നീട് അവൻ സമ്മതിച്ചു. ആ രാത്രിയിൽ മണിയും അനിലും അനിൽ വാടകയ്ക്കെടുത്ത 2 കള്ളന്മാരോടൊപ്പം ഇടതൂർന്ന വനത്തിലേക്ക് പുറപ്പെട്ടു. ഒടുവിൽ അവർ ആ ക്ഷേത്രത്തിലെത്തി. ഏടാ, വേഗം വാ, നമുക്ക് അകത്തു കയറാം. അതെന്താ അവിടെ? അതൊന്നും കാര്യമാക്കണ്ട, നീ വാ. കേൾക്കുവിൻ,